പഠനം നമുക്ക് ഇൻസ്പിറേഷൻ നൽകും, പക്ഷേ പ്രവൃത്തിയിലാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ. നാം എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് ബുക്സ് വായിക്കുന്നു, ഒരുപാട് വീഡിയോസ് കാണുന്നു, കോഴ്സസ് ചെയ്യുന്നു. പക്ഷേ ഒറ്റ ചോദ്യം മാത്രം: ഇത്രയും അറിവുണ്ടായിട്ടും നമ്മുടെ ജീവിതം എന്തുകൊണ്ട് മാറുന്നില്ല? കാരണം വളരെ വളരെ സിമ്പിളാണ്. പഠനം ഇൻസ്പിറേഷൻ നൽകും, പക്ഷേ പ്രവൃത്തിയിലാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അറിവിനെ പ്രവൃത്തി പദത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നതാണ്. ഇന്ന് ഈ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? ഇന്ന് അറിവ് ഒറ്റ ക്ലിക്കിൻ്റെ ദൂരത്തിലാണ്. ഒരുപാട് യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, മോട്ടിവേഷണൽ വീഡിയോസ്, ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ റിയൽ ഫാക്റ്റ് എന്താണെന്നറിയാമോ? ഇൻഫോർമേഷൻ നമുക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്, പക്ഷേ ട്രാൻസ്ഫോർമേഷൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മളെല്ലാവരും ലേണിംഗ് മോഡിൽ സ്റ്റക്കാണ്. എവ്രിബഡി കീപ്സ് കളക്ടിങ് നോളജ്, പക്ഷേ ആരും അത് അപ്ലൈ ചെയ്യാൻ റെഡി ആവുന്നില്ല. ഒരു ഗ്രാമത്തിൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഒരു പണ്ഡിതൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് ഓരോ ദിവസവും അറിവ് നിറഞ്ഞ പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. വേറൊരു കഴുത ഒരു മരം വെട്ടുകാരൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് ഒരുപാട് മരക്കട്ടകൾ ദിവസവും ചുവന്ന് കൊണ്ടുപോകും. ഒരു ദിവസം പുസ്തകങ്ങൾ ചുമക്കുന്ന കഴുത അഭിമാനത്തോടെ പറഞ്ഞു: "നീ വെറും മരക്കഷ്ണങ്ങൾ മാത്രം ചുമക്കുന്നു, അതൊക്കെ വെറും യൂസ്ലെസ് ആണ്. പക്ഷെ എന്നെ നോക്കൂ, ഞാൻ അറിവ് നിറഞ്ഞ പുസ്തകങ്ങൾ ചുമക്കുന്നു." മരക്കട്ടകൾ ചുമക്കുന്ന കഴുത എല്ലാം ശാന്തമായി കേട്ടു. എന്നിട്ട് അവസാനം ഇങ്ങനെ ചോദിച്ചു: "നീ അറിവ് നിറഞ്ഞ പുസ്തകങ്ങൾ ചുമക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഒറ്റ ചോദ്യം മാത്രം: അതിൽ നിന്ന് നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ?" പുസ്തകങ്ങൾ ചുമക്കുന്ന കഴുതയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അത് അറിവ് ക്യാരി ചെയ്യുകയായിരുന്നു, പക്ഷേ അത് ഉപയോഗിച്ചിരുന്നില്ല. അത് വെറും ഭാരമായി അറിവ് കൊണ്ടു നടന്നു, പക്ഷെ അതിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്താണ് കഥയുടെ സന്ദേശം? അറിവ് മാത്രം മതിയായില്ല, പ്രവൃത്തിയിലായ അറിവാണ് യഥാർത്ഥ ശക്തി. ഇന്ന് നമ്മൾ പല മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നു, ഒരുപാട് ബുക്സ് വായിക്കുന്നു, കോഴ്സസ് ചെയ്യുന്നു, പക്ഷെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളും പുസ്തകങ്ങൾ ചുമക്കുന്ന കഴുതയും ഒരേപോലെയാണ്. ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അറിവ് വെറും ഭാരമായി ചുമക്കുന്നു, അവ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നില്ല. നമ്മൾ എന്ത് അറിയുന്നു എന്നതല്ല പ്രധാനം, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നതിലാണ് കാര്യം. അറിവ് കൈവശം ഉണ്ടായാലും അത് ഉപയോഗിക്കാത്ത പക്ഷം അതിന് തീരെ വാല്യൂ ഇല്ല. അതുപോലെ തന്നെയാണ് പല മനുഷ്യരുടെയും ജീവിതം. ഒരുപാട് ബുക്സ് ഉണ്ട്, നോട്ട്സ് ഒരുപാട് എഴുതി വെക്കുന്നു, നോളജ് ഒരുപാടുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ ലെവലിൽ അതൊന്നും എത്തിക്കുന്നില്ല. അപ്പോൾ ഈ അറിവൊക്കെ വെറും മെൻ്റൽ ലോഡ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അറിവ് ഒരു ബേർഡൻ അല്ല, അതൊരു ഡയറക്ഷനാണ്. പക്ഷേ ഡയറക്ഷൻ മാത്രം നമുക്ക് മതിയോ? പോരാ. ഡയറക്ഷൻ പ്ലസ് മൂവ്മെൻറ്റ് ഈക്വൽ ടു ഡെസ്റ്റിനേഷൻ. നിങ്ങൾ എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ, ഒരു സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറില്ല. കാരണം നോളജ് വിത്തൗട്ട് ആക്ഷൻ ഈസ് ജസ്റ്റ് എ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ. എന്തുകൊണ്ട് നമ്മൾ പലരും ആക്ഷൻ എടുക്കുന്നില്ല? പലർക്കും അറിയാം എന്ത് ചെയ്യണം, പക്ഷേ അവർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ലാക്ക് ഓഫ് ഫിയർ ഓഫ് ഫെയിലിയർ, ഓവർ തിങ്കിങ്, പെർഫെക്ഷനിസം, ഇനിയും പഠിക്കണം പഠിക്കണം എന്ന ഇല്യൂഷൻ. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ആക്ഷൻ ഇല്ലെങ്കിൽ സക്സസ് ഉറപ്പായും നമ്മുടെ ലൈഫിൽ സംഭവിക്കില്ല. നമ്മുടെ ജീവിതം മാറുന്നത് വലിയ തീരുമാനങ്ങളിലല്ല, ഡെയിലി എടുക്കുന്ന ചെറിയ ആക്ഷൻസ് കൊണ്ടാണ്. ഡെയിലി ഒരു 10 മിനിറ്റ്സ് റീഡിങ്, ഒരു പേജ് റൈറ്റിംഗ്, നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരതയോടെ ആക്ഷൻ എടുക്കുക. ആദ്യമൊക്കെ അവ ചെറുതാണെന്ന് തോന്നും, പക്ഷേ അവയാണ് നമ്മുടെ വിധി ചേഞ്ച് ചെയ്യുന്ന വിത്തുകൾ. നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം, സക്സസ് ടിപ്സ് അറിയാം, മോട്ടിവേഷൻ അറിയാം, പക്ഷേ
ചോദ്യം, നമ്മൾ അതുകൊണ്ടൊക്കെ എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം. ഓർക്കുക, പഠനം നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകും. പക്ഷേ പ്രവൃത്തിയാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ. അറിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചുമ്മാ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ അത് ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നോളജ് ഈസ് പൊട്ടൻഷ്യൽ, ബട്ട് ആക്ഷൻ ഈസ് പവർ. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.